നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടൊരു മൂഡുണ്ടായിരുന്നില്ല. അങ്ങനെ ഫോണും നോക്കി റീൽസും കണ്ടു കിടന്നപ്പോൾ ദേ വരുന്നു ഒരു കൂട്ടം നാടൻ ഫുഡുകൾ. അപ്പം തന്നെ നാട്ടിലെ ഫുഡിനെ പറ്റി ആലോചിച്ചപ്പോൾ നല്ല സങ്കടം വന്നു. സങ്കടം കണ്ടുവന്ന് എൻ്റെ കെട്ടിയവൻ പറഞ്ഞു, വാ എണീച്ചോ പോവാം. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും നാട്ടിലേക്കാണ്. അല്ല, ഇവിടെയുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതാണ് മിസിസാഗയിലുള്ള ചായ പീടിക. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ചില്ലിങ്കോട്ടിൽ പലതരത്തിലുള്ള പലഹാരങ്ങളായിരുന്നു. സമൂസ, കട്ട്ലറ്റ്, ബജ്ജി, പരിപ്പുവട, ഉഴുന്നുവട, പഴംപൊരി, അങ്ങനെ ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ചായപ്പിടി ആയതുകൊണ്ട് ആദ്യം തന്നെ 2 ചായയിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചു. ഈ കുന്നിൽ നിന്ന് കൊടുന്ന ചായപ്പൊടിയാണോന്ന് അറിയില്ല, പക്ഷെ ചായ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ താരം എത്തി, ചിക്കൻ ഷവായി. എൻ്റെ കെട്ടിയോൻ ട്രിവാൻഡ്രം പഠിച്ചതായതുകൊണ്ട് ആൾക്ക് ചിക്കൻ ഷവായി ഒരു വീക്ക്നെസ് ആണ്. ചൂട് പോലും നോക്കാതെ പുള്ളി അത് നുള്ളി പറിച്ച് കഴിച്ചു തുടങ്ങി. അത് ആസ്വദിച്ച് കഴിക്കുന്ന സമയത്ത് ദേ വരുന്നു അടുത്ത ഐറ്റം. 2 മണിക്കൂറിൽ കുക്ക് ചെയ്തെടുത്ത് ബീഫ് ചുക്കയും പൊറോട്ടയും. തേങ്ങാക്കൊത്തിട്ട് വഴറ്റിയെടുത്ത ബീഫിന്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ കൊതിയായി. നല്ലൊരു മുരിഞ്ഞ പൊറോട്ടയുടെ പീസും ബീഫ് ചുക്കയും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ, അമേസിംഗ് എന്ന് പറഞ്ഞ അമേസിംഗ്. അധികം സമയമൊന്നും എടുത്തില്ല. പ്ലേറ്റിൽ എല്ല് മാത്രം ബാക്കി വെച്ച് ബാക്കിയുള്ള ചായം കൂടെ കുടിച്ച് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. നാട്ടിലെ ആ രുചിയുള്ള ഭക്ഷണം കാനഡയിൽ എനിക്ക് ഇവിടെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം, എത്ര തിരക്കാണെങ്കിലും അവരുടെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. അങ്ങനെ നാട്ടിലെ ഫുഡ് കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ചായപ്പിടിയോട് ടാറ്റ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ.